ഇല്ലത്തിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതുമില്ല എന്ന അവസ്ഥ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പി അൻവറിന്റെ അവസ്ഥ ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. ഒരാവേശത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി വിളിച്ച് LDF നിന്നും പടിയിറങ്ങിയ അൻവറിന് UDF ഇനിയും കയറി പറ്റാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ കാണിച്ച ഉശിരൊന്നും മൂപ്പർക്ക് ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ കയറിപ്പറ്റാൻ വേണ്ടി ചില്ലറ പണിയൊന്നുമല്ല പുള്ളി എടുക്കുന്നത്. തമിഴ്നാട്ടിലെ DMK വഴി UDF കയറാൻ ആദ്യം നോക്കി. ആ ശ്രമം 8 നിലയിൽ പൊട്ടിയതോടുകൂടി സ്വന്തം DMK ഉണ്ടാക്കി കുറച്ചു കാലം പ്രവർത്തിച്ചു. അതും ഏറ്റില്ല എന്ന് കണ്ടതോടുകൂടി UDF മുന്നണി ലക്ഷ്യമിട്ടുകൊണ്ട് MLA സ്ഥാനവും രാജിവെച്ച് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ കയറിപ്പറ്റാൻ നോക്കി. കേരളത്തിൽ തൃണമൂൽ നേതാവായി ചുളുവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന നിലയിൽ UDF പാലമിടാനാണ് അൻവർ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇതും ഉപതെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി പാളിയ അവസ്ഥയിലാണ്. ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ അൻവറിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ UDF കഴിഞ്ഞിട്ടില്ല. നാക്ക് ശരിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും മടിക്കുന്നതിന്റെ പുറകിലെ കാരണം. അതേസമയം തൃണമൂൽ കോൺഗ്രസുമായി UDF കയറാമെന്ന അൻവറിന്റെ മോഹം നടക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടില്ല. ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് മമതാ ബാനർജി സ്വീകരിക്കുന്നത്. അതേസമയം PV അൻവറിനെ UDF എടുക്കുന്നതിനോട് ദേശീയ നേതൃത്വത്തിന് എതിർപ്പുമില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി യോജിച്ചു നിൽക്കാത്ത തൃണമൂലുമായി സംസ്ഥാനത്ത് കൈകോർക്കാനാവില്ലെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്താണിത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നണി പ്രവേശനം കാത്തു നിൽക്കുന്ന അൻവറിനെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം അറിയിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാസം 23-ന് അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇക്കാര്യം പറയും. ഇതോടെ അൻവറിന് മുൻപിൽ വീണ്ടും ഒരു പാർട്ടി മാറ്റത്തിന്റെ സമയത്തിനാണ് കളമൊരുങ്ങുന്നത്. തൃണമൂലിന്റെ സംസ്ഥാന കൺവീനറായ അൻവർ പാർട്ടി ഉപേക്ഷിച്ച് UDF ചേരാൻ തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മുന്നണിയിൽ കയറാതെ നിലനിൽപ്പില്ലെന്ന സാഹചര്യത്തിൽ അൻവർ എന്തിനും തയ്യാറാകും എന്ന് തന്നെയാണ് സൂചന. തന്റെ സൂത്രങ്ങളൊന്നും വിലപ്പോവാതെ ആയതോടുകൂടി VS ജോയോടാണ് താല്പര്യമെങ്കിലും UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അൻവർ അറിയിച്ചിട്ടുണ്ട്. പകരം ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിൽ എത്താൻ മാത്രം മതി. അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസും തൃണമൂലും ഒന്നിച്ചു നിന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തെറ്റിപ്പിരിയുകയാണ് ഉണ്ടായത്. കോൺഗ്രസിനൊപ്പം സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവ് മമതാ ബാനർജി ലോക്സഭാ പോരിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ച് തൃണമൂൽ രംഗത്ത് വന്നതും ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധമാണ് വഷളായത്. ഒടുക്കം നിലമ്പൂർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തില്ലെന്നും വിജയ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെയോ VS ജോയിയെയോ തീരുമാനിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്നും മുസ്ലിം ലീഗ് അറിയിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ.